ഹലോ ഗൈസ് വാട്സാപ്പ്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു ഗെയിമിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്ന BGMI ആണ് ഗൈസ്. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ ഗൈസ് നമ്മളുടെ അടുത്തേക്കുന്ന മറ്റേ മാപ്പാണ് ഗൈസ്, പൊടിയൊക്കെയുള്ള സീം മാപ്പാണ്. കുറേ എനിമീസൊക്കെ ഉണ്ടാവും ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ലോഡിംഗ് ആണ് ഗൈസ്. 90 ഇപ്പോൾ എത്തും നമ്മൾ ലോബിയിലല്ല, ആ സംഭവത്തിലെത്തും. അവിടെ ചെന്ന് നമുക്ക് വെറുതെ എല്ലാവരെയും കത്തിക്കൂത്തി പ്രാക്ടീസ് ചെയ്യാം ഗൈസ്. ഇന്ന് നമ്മൾ സീൻ കളിയായിരിക്കും ഗൈസ്, പ്രോ കളിയായിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. കുറച്ച് ബഗ് ഉണ്ടാവും ഗൈസ്, ക്ഷമിക്കുക നിങ്ങൾ. കുറച്ച് ബഗ് ഉണ്ടാവുള്ളൂ, ചെറിയൊരു ബഗ് ഉണ്ടാവുള്ളൂ ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്, അത് ശരിയായിക്കോളും ഗൈസ്. ശരിയായി ഗൈസ്. അതെന്താണെന്ന് അറിയില്ല ഗൈസ്. ആദ്യത്തെ ഇതിൽ ചെറിയൊരു ബഗ് ഉണ്ടാവും ഗൈസ്, സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ. അറിയില്ല അതെന്താ സംഭവം. നമുക്കിവിടെ ആൾക്കാരുടെയൊക്കെ ഇവന്മാരെയൊക്കെ കുത്തി ചുമ്മാ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കളിക്കാം ഗൈസ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗൈസ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യും ഗൈസ്. ഒന്നെങ്കിൽ നമ്മൾ വ്ളോഗ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഗെയിം പ്ലേ എന്തെങ്കിലുമായിട്ട് നമ്മൾ ഇട്ടിരിക്കും ഗൈസ്. അങ്ങനെയാണത്. അപ്പോൾ ഗൈസ് നമ്മൾ പ്ലെയിനിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. ഗോളത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഗോളത്തിൻ്റെ ഉള്ളിലല്ല, നമുക്ക് ബംഗാളികളാ ഗൈസ്. നല്ല ടീമേറ്റിനെ കിട്ടിയാൽ നമുക്ക് ഈ കളി ഡിന്നർ അടിക്കാം ഗൈസ്. ഡിന്നർ അടിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഡിന്നർ അടിക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഗോളത്തിൽ ചാടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതിൻ്റെ ഉള്ളിൽ വീണു. എനിമിക്കൂട്ടം ഉണ്ടെങ്കിൽ മൂഞ്ചും. അടിസക്കേ മിക്കവാറും ഇവിടെ വെച്ച് തന്നെ വെട്ടിയാവുന്ന മുത്തേ തോന്നണ. അറിയില്ല, മച്ചാനെ ഇവിടെ വെച്ച് വെട്ടിയാവാതിരുന്നാൽ മതി. വെട്ടിയാവില്ല ഗൈസ്, വെട്ടിയാവില്ല. ടീമേറ്റ്സിൻ്റെ കൂടെ ഗണ്ണ് ഇറങ്ങിയ അവിടെ ഒരു AK-47. അവിടെ 2 അവനെ അടിച്ചിടാൻ പറ്റുമോ ഗൈസ്. എനിക്ക് എയിം ചെറുതായിട്ട് കുറവുണ്ട്. ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഗൈസ്, അതാണ്. ഞാൻ ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരുന്നവനാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ടീമേറ്റാണ് ഗൈസ് വെട്ടിയാക്കിയത്. എന്തായാലും ഇവിടെ എന്തെങ്കിലും ഒരു 4-5 കില്ല് വെറുക്കണം ഗൈസ്, അതാണ് എൻ്റെ പ്ലാൻ. നമുക്ക് ആദ്യം കുറച്ച് ലൂട്ടാം, കണ്ട എനിമീസിൻ്റെ തലക്കിട്ട് നോക്കി അടിക്കാം. നോക്കാം ഗൈസ് ആരൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെ നിന്നൊക്കെ അടി വന്നിട്ടാ, എവിടെ നിന്നാ അടി വന്നതെന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. താഴെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. താഴെ എനിമിയുണ്ട്, നമുക്ക് അവനെ പിടിച്ചടിക്കാം. ആ സമയത്താണ് ഗൈസ് നെറ്റ് പോകുന്നത്. ഇവിടെ എന്താണെന്ന് അറിയില്ല ഗൈസ്, ജിയോയാണ്, എന്നാലും എന്താണെന്ന് അറിയില്ല. ഇത്ര ഷോക്കാണ് ഗൈസ് നെറ്റൊക്കെ. എന്താണെന്നറിയില്ല, ജിയോയാണ്. അടിയുണ്ട് ഗൈസ്, അവിടെ എനിമിയുണ്ട്. നമുക്ക് അവനെ പൂട്ടാം, നമുക്ക് അവനെ ചാടി അടിക്കാം ഗൈസ്. പ്രോ കളി ഗൈസ്. ഇതിനൊരു ലൈക്ക് താ ഗൈസ്, ഇതിനൊരു ലൈക്ക് നിങ്ങൾ തന്നിരിക്കണം ഗൈസ്. ഞാനവനെ ചാടി അടിച്ചു സുഹൃത്തുക്കളെ. ഗൈസ് അങ്ങനെ ആദ്യത്തെ പ്രോ കളിയാണ് ഗൈസ് ഇത്. കഴിഞ്ഞ ദിവസം ഞാൻ 6 കില്ല് എടുത്ത് ഗൈസ്, 6 കില്ല്. പക്ഷേ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. എന്ത് കഷ്ടമാണെന്ന് നോക്കണം മച്ചാനെ ഗൈസ്. അത് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കില്ല് എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫസ്റ്റ് കില്ല് അത് മാസമായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് ഗൈസ്. ചാടി അടിച്ചവനെ ഇല്ലാണ്ടാക്കി നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ലൂട്ടാം. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വല്ല എനിമീസ് ഉണ്ടാകുന്ന നോക്കാം ഗൈസ്. സെറ്റ് കളിയായിരിക്കും ഗൈസ്, ഇന്ന് സെറ്റ് കളിയായിരിക്കും. ഒന്നെങ്കിൽ ഞാൻ 4-5 കില്ല് എടുക്കും ഗൈസ്. അപ്പോഴാണ് ഗൈസ് അപ്പുറത്തുനിന്ന് വേറെ ഒരുത്തൻ നമ്മളെ അടിച്ചിട്ട് ഗൈസ്. നമ്മളെ ടീമേറ്റ് ഉണ്ട് ഗൈസ്, നമ്മളെ റിവൈവ് അടിച്ചോളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. റിവൈവ് അടിക്കടാമത്തേ. അങ്ങനെ ഗൈസ് നമ്മൾ റിവൈവ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നടക്കാൻ പോകുന്ന ചരിത്രമാണ് സുഹൃത്തുക്കളെ. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ നിങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താവുമെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ചരിത്രം കുറിക്കാൻ പോവുകയാണ് കേരളത്തിലെ ക്രേസി അപ്പൂസ്. നെറ്റ് പോകണമെങ്കിൽ പോട്ടെ, പക്ഷേ അതേപോലെ തന്നെ വന്നാൽ മതി ഗൈസ്. 299 MBPS കളിക്കണം. അവിടെ എന്താ ഗൈസ് ഒരു സ്മോക്കൊക്കെ സ്മോക്കൊക്കെ ഉണ്ടല്ലോ അവിടെ. നമുക്കിവിടെ കുറച്ച് നേരം ഇറങ്ങി കിടക്കാം ഗൈസ്, അത് തന്നെ സെറ്റ്.
യോ ഗൈസ് അങ്ങനെ നമുക്ക് അടുത്ത എനിമീസിനെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അവനെ അടിച്ചാ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ 2 കില്ല് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ, 2 കില്ല്. അപ്പോൾ ഈ രണ്ടാമത്തെ കില്ലിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ആ സബ്സ്ക്രൈബ് അങ്ങ് ചെയ്തേക്ക് ഗൈസ്. എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതല്ലടേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടേ. അപ്പോൾ ഈ നമ്മളങ്ങനെ 2 കില്ലെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മൾ എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഓടി നമുക്ക് അവിടെ ഇവിടെയൊക്കെ നടക്കാം ഗൈസ്. എനിക്ക് ഫേസ് ക്യാം ഇട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് ഗൈസ്, ഗെയിം പ്ലേ ചെയ്യണമെന്നുണ്ട് ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ്, ക്യാമറ ഇല്ല ഗൈസ്. നമ്മൾ ഉടനെ തന്നെ ഒരു ക്യാമറ വാങ്ങിച്ചിരുന്നതായിരിക്കും, എന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ് നമ്മൾ ഓടിയിരിക്കുന്നത് ഗൈസ് ഒരു എനിമി ഗൈസ്. പക്ഷേ അവൻ നല്ല കളിയാണ് ഗൈസ്, അവൻ നമ്മളെ പെട്ടിയാക്കി ഗൈസ്. എങ്ങനെയാണെന്നറിയില്ല, സീനില്ല ഗൈസ്. നമ്മളൊന്നും കൂടെ പ്ലെയിൻ കയറി താഴെ ഇറങ്ങുന്നതായിരിക്കും ഗൈസ്. 2 പേരും പെട്ടിയായ, 2 അല്ല, ഒരാൾ പെട്ടിയായെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പ്ലെയിനിൽ കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമ്മൾ താഴെ കയറുമ്പോൾ ചരിത്രം കുറിക്കാൻ പോവുകയായിരിക്കും. ടീംമേറ്റിൻ്റെ കൂടെ ഇറങ്ങാം ഗൈസ്, അതാണ് നല്ലത്. അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ ഒരാളെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മൾ ചാടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മാണിക്കുറ്റി നമുക്ക് മാണിക്കുറ്റീനെ ഒരു ദിവസം ഫ്രീ ഫയർ അല്ല പബ്ജി BGMI കളിക്കാൻ പഠിപ്പിക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എനിമീസ് ഉണ്ടാവും ഗൈസ് എന്തായാലും. നമ്മൾക്ക് മറ്റേ സ്ക്രള്ളാണ് ഗൈസ് കിട്ടിയത്, തോക്ക്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നടക്കാൻ പോകുന്നത് ചരിത്രമാണ്. എല്ലാവരും കാണുക, കാത്തിരുന്ന് കാണുക, നിങ്ങളിത് കാണുക. യോ ഗൈസ് അങ്ങനെ നമ്മൾ തോക്കെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നടക്കാൻ പോകുന്ന ചരിത്രമാണ്. ലൈക്ക് ചെയ്തോ, സ്കിപ്പ് അടിക്കരുത്, മുഴുവൻ കാണുക ഗൈസ്. നമ്മളങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്, വെള്ളം കുടിക്കാനായിട്ട്. ക്ഷീണിച്ച് പോകുമ്പോൾ കുടിക്കാനല്ല, അത് ഹെൽത്ത് കൂട്ടാനുള്ള വെള്ളമാണ്. അപ്പോൾ ഗൈസ് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പെറുക്കിയെടുക്കാം. കിടിലം തോക്ക് കൊള്ളാം, ചുമ്മാ വെടിവെച്ച് കളിക്കാം ഗൈസ്. അടുത്ത എനിമി ഉണ്ട് ഗൈസ്, നമുക്ക് അവനെ പോയിട്ട് കൊല്ലാം. അടുത്ത എനിമി ഉണ്ട് ഗൈസ്, അപ്പുറത്തൊരു എനിമി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ എനിമിയുണ്ട്. ബൈക്കാണ് ഗൈസ്, മണ്ടത്തരം കാണിച്ച് എന്ത് കൊടുത്താനാണല്ലേ സീനില്ല ഗൈസ്. ലൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു AK-47 ഉണ്ടല്ലോ, അത് മാറ്റണം, അല്ലെങ്കിൽ വേണ്ട ഗൈസ്. അപ്പുറത്ത് വെടിവെച്ചൊക്കെ ഉണ്ട് ഗൈസ്, വെടിവെച്ചൊക്കെ ഉണ്ട്. അവിടെ വല്ല എനിമീസ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ എനിമീസ് ഉണ്ട്, അവനെ പോയി ആറാടാം. കരിങ്കാളിയ ഗൈസ്, അവിടെ ഒരു എനിമി ഉണ്ട് ഗൈസ്. ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു എനിമി ഉണ്ട് ഗൈസ്. നമുക്ക് കറങ്ങി ചെന്ന് അവനെ അടിച്ചിടാം. എനിമീസിനെ പേടിയില്ലടാ ഈ അപ്പൂസിന്. അപ്പൂസല്ല, അവനീഷിന്. മാറിപ്പോയി. അവിടെ എനിമി ഉണ്ട് ഗൈസ്. അവിടെ ഒരുത്തനുണ്ട് ഗൈസ്, അവിടെ ഒരുത്തനുണ്ട്. നമുക്കവനെ അടിക്കാം ഗൈസ്. അവനെ അടിച്ച് ആറാടുകയാണ് സുഹൃത്തുക്കളെ BGMIയിൽ ഞാൻ. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താവുമെന്നറിയില്ല ഗൈസ്. അവിടെ എനിമി ഉണ്ട് ഗൈസ്. കണ്ട ഗൈസ്, അവിടെ ഒരുത്തുണ്ട്. നമുക്ക് അവിടെ അടിക്കാം ഗൈസ്. ഇതുവഴി കയറി നമുക്ക് അവനെ പെട്ടിയാക്കാം. യോ ഗൈസ്, അപ്പോൾ നമുക്ക് കയറാം, നമുക്ക് ഇതുവഴി ചാടാം ഗൈസ്. എന്നിട്ട് നമുക്ക് അവനെ പെട്ടിയാക്കാം. ഇവിടെ ഇതെന്താടാ ഇത്? സ്കോപ്പ് 6S സ്കോപ്പാണ് ഗൈസ് ഇത്. അത് എന്താണെന്ന് അറിയില്ല, ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ 4S സ്കോപ്പും 2S സ്കോപ്പും പിന്നെ വിളിച്ചിരിക്കണം ഗൈസ് അവിടെ. ഇവൻ ബോട്ട് പ്ലെയർ ആണെന്ന് തോന്നുന്നു ഗൈസ്, ബോട്ട് പ്ലെയറാ. അതാണ് ഗൈസ് അങ്ങനെ കളിച്ച സീനില്ല. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ ഒരുത്തൻ വെറുതെ നിൽക്കണം, നമുക്ക് അവനെ അടിച്ചിടാം ഗൈസ്. 6S സ്കോപ്പ് ആയതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ. എടാ അവനെ കില്ലെടുത്തടാ ഗൈസ്. അങ്ങനെ നമ്മൾ വേറെ ഒരുത്തനും കൂടെ ലോക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ്. എടാ ഇത് ബോട്ട് പ്ലേയേഴ്സ് ആണെന്ന് തോന്നണം, ബോട്ട് പ്ലേയേഴ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അവനെ ലൂട്ടാം. ഗൈസ് അപ്പം നമ്മളങ്ങനെ അവനെ ലൂട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം.
നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ് പോയി ഗൈസ്. നെറ്റ് വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. നെറ്റ് പോയാലും എനിക്ക് കളിക്കാൻ പറ്റണ്ട ഗൈസ്. അതെന്താണെന്ന് അറിയില്ല. ആ ഗൈസ് നെറ്റ് വന്നു 56 Mbps. യോ ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന BGMൽ ചരിത്രം കുറിക്കാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ ഗൈസ് അവിടെ ഒരു ബോക്സ് ഉണ്ട്, നമുക്ക് തുറന്ന് പരിശോധിക്കാം. ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോകാം. നമുക്ക് വണ്ടി എടുത്ത് പോകാം ഗൈസ്. വണ്ടി എടുത്ത് പോകാം. എന്താണെന്ന് അറിയില്ല. അവൻ കുതിരയല്ല ഗൈസ്, ഒട്ടകം വന്നിട്ടാ. ഒട്ടകത്തിൽ കയറിയാൽ നിങ്ങൾ ഒട്ടകത്തിൽ കയറിയാണ് ഒട്ടകത്തിൻ്റെ എക്സ്പീരിയൻസ് പറയണം. ഒട്ടകം അടിപൊളിയാണ് ഗൈസ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, എനിമീസിൻ്റെ മുന്നിൽപ്പെട്ടാൽ തീർന്നു. പുറത്തുനിന്ന് എവിടെ നിന്നൊക്കെ അടി വന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ അടിച്ചിടും. ഒട്ടകത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് അടിച്ചിടാൻ എളുപ്പമാണ്. കാറൊക്കെ ആണെങ്കിൽ സ്പീഡുള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഓടിച്ച് പോകാൻ പറ്റും ഗൈസ്. പക്ഷേ ഒട്ടകമാണെങ്കിൽ ഇങ്ങനെ പയ്യെ പോകണതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ആ UMP തോക്ക് എടുക്കാനാണ് നോക്കിയത്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ തോക്ക് എടുത്തു പോകും. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി എടുത്ത് നമുക്ക് വല്ല എനിമീസും ഉണ്ടാകും. എനിമീസ് അല്ല ഗൈസ്, നമുക്ക് റീലോഡ് ചെയ്യാം. യോ ഗൈസ് അങ്ങനെ നമ്മൾ റീലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഓടിച്ച് പോകാം. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ആറാടുകയാണ് സുഹൃത്തുക്കളെ. ഓ ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇനി എന്താവുമെന്ന് അറിയില്ല. നമുക്ക് വണ്ടി നിർത്താം. വണ്ടിയുടെ ലുക്കൊക്കെ നിങ്ങളൊന്ന് നോക്കൂ ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി ഓടിച്ച് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ നമ്മൾ വണ്ടി ഓടിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഗൈസ് വണ്ടി അവിടെ എത്തട്ടെ. അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോവാം ഗൈസ്. വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ എനിമീസ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. വണ്ടി ഓടിച്ച് പോവാം ഗൈസ്. വല്ല എനിമി ഉണ്ടെങ്കിൽ പറയാം, എന്നിട്ട് ആ എനിമീനെ നമുക്ക് അടിച്ച് ആറാടാം. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താവുമെന്നറിയില്ല. ചരിത്രമായിരിക്കും സുഹൃത്തുക്കളെ. യോ ഗൈസ് നമ്മളങ്ങനെ പാട്ടും പാടി പോവുകയാണ് വണ്ടിയിൽ. നമ്മളെ വണ്ടി ഇടിച്ചു ഗൈസ്. വണ്ടി ഇടിച്ചു. നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കണേ ഗൈസ്. BGM ഇതൊക്കെ ഭയങ്കര വെയിലാണ് ഗൈസ്. നല്ല എനിമീസ് ഉണ്ടാകുന്ന നോക്കാം. ഇവിടെ ഒരു എനിമീനെ കണ്ട് ഞാൻ ചെറുതായിട്ട് സ്കോപ്പൊക്കെ ഇട്ട് നോക്കാം ഗൈസ്. നല്ല എനിമീസൊക്കെ ഉണ്ടാകും. ഈ സ്കോപ്പ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റൂലേ? കൊള്ളാമല്ല. അപ്പോൾ ഗൈസ് നമ്മൾ സ്കോപ്പ് ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഇങ്ങനെ ഒരു എനിമിയില്ല ഗൈസ്. നമുക്ക് പോവാം ഗൈസ്. എനിമീസ് ഇവിടെ ഒന്നുമില്ല. നമുക്ക് വണ്ടി എടുത്ത് പോവാം അങ്ങോട്ടെങ്കിലും. പക്ഷെ അടി കേൾക്കണ്ടല്ലോ. അത് എവിടെയാണ്? നമുക്ക് എവിടെയാണെന്ന് അറിയില്ല ഗൈസ്. നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ടീംമേറ്റ്സിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയത്. ടീംമേറ്റ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എനിമീസ് ഉണ്ടാവും ഗൈസ്. ഇവിടെ രണ്ടുപേരുണ്ടോ? രണ്ടുപേരുണ്ടെങ്കിൽ അഞ്ചി പോവും. രണ്ടുപേരുണ്ടെങ്കിൽ അവന്മാരെ അടിച്ചിടും, അത് ഉറപ്പാണ്. രണ്ടുപേരുണ്ടെങ്കിൽ ഞാൻ പ്രോ പ്ലെയർ ഒന്നും അല്ലടാ. മിക്കവാറും ഇവിടെ വെച്ച് പെട്ടിയാവുന്ന കേസ് തോന്നണത്. എൻ്റെ ഊഹം അങ്ങനെയാണ്, മനസ്സും അങ്ങനെയാണ് കേസ് പറയുന്നത്. നമുക്ക് നോക്കാം. പെട്ടിയാവില്ലായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. ഇവിടെ എനിമി ഉണ്ടടാ. ഇവിടെ എനിമി ഉണ്ട്. അപ്പുറത്ത് 2 എനിമി ഉണ്ടെന്ന് തോന്നുന്നു കേസ്. അപ്പുറത്ത് 2 പേരുണ്ടോ? ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് 2 പേരുണ്ട്. ഒന്നാമത് എനിക്ക് ടീംമേറ്റ്സ് ഇല്ലടാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയില്ല ഗൈസ്. ഒന്ന് മെസ്സേജ് എൻ്റെ ഫ്രണ്ടാക്കാൻ താല്പര്യം, എൻ്റെ കൂടെ ഫ്രണ്ടായിട്ട് കളിക്കാൻ താല്പര്യമുള്ളവരൊന്ന് മെസ്സേജ് ഇട്ടോ ഗൈസ്. മലയാളികൾ തമിഴന്മാരൊന്നും കൂട്ടില്ല. അത് അത്രേ ഉള്ളൂ. ഇവിടെ എനിമി ഉണ്ടടാ. നമുക്ക് അവനെ കയറി അടിക്കാം ഗൈസ്. അവിടെ എനിമി ഉണ്ട്. പണിയാവോ? അവനെ നല്ലോണം കളിക്കാൻ അറിയാവുന്നവനാണെന്ന് തോന്നുന്നു ഗൈസ്. അതാണെന്ന് തോന്നണം. അവൻ നമ്മളെ പെട്ടിയാക്കി. എന്നാലും സീനില്ല ഗൈസ്. അവൻ റിവൈവ് ആക്കാൻ പോകുന്നുണ്ട്. റീകോൾ ആക്കാൻ പോകുന്നുണ്ട് ഗൈസ്.
റീകോളാക്കാൻ എന്താണ് കഴുതയല്ലടാ ഒട്ടകത്തിൻ്റെ പൊക്കത്ത്. ഒട്ടകമല്ലല്ലോ ഇത്, എൻ്റെ പേരെന്തായിരുന്നു? ഒട്ടകത്തിൻ്റെ പൊക്കത്ത് കയറി പോകണുണ്ട് ഗൈസ്. ഒട്ടകത്തിൻ്റെ പൊക്കത്ത് കയറി റീകോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. റീകോൾ ആക്കുമെന്നാണ് തോന്നണത് ഗൈസ്. അങ്ങനെ റീകോൾ ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങളെല്ലാം റീകോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് ചാടാം ഗൈസ്. നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നല്ല പങ്കാളികളാണ്, സ്നേഹമുള്ള പങ്കാളികളാണ് ഗൈസ്. റീകോൾ ചെയ്യാനെങ്കിലും അറിയാമല്ലോ ഇവന്മാർക്കൊക്കെ. ചിലവന്മാർക്കൊന്നും ഒരു തേങ്ങ എറിഞ്ഞോളൂ, ഒരു തേങ്ങ. റീകോൾ ചെയ്യാൻ പോലും അറിയാം. റീകോൾ ചെയ്യാൻ പറഞ്ഞാലും അവന്മാർ റീകോൾ ചെയ്യില്ല. റീകോളിൻ്റെ അവിടെ എത്തില്ലേ, റീകോൾ ടവറിൻ്റെ അവിടെ എത്തിയിട്ട് അവന്മാർ ഇങ്ങനെ കളിപ്പിക്കും. വേറെ വല്ലയിടത്തും പോകും, എന്നിട്ട് ഇങ്ങോട്ട് വരും. വേറെ വല്ലയിടത്തും പോകും, വേറെ വല്ലയിടത്തും പോകും. എന്നിട്ട് റീകോൾ ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ എന്ന് പറയണം. അവന്മാർ വല്ലയിടത്തോട്ടും പോകും. അങ്ങനത്തെ ടീംസ് ബംഗാളികളാണ് ചില കളിയിലും. പക്ഷേ ഈ കളിയിൽ നല്ല ബംഗാളികളാണ് ഗൈസ്, നൈസ് ബംഗാളികളാണ്. ഒരു സീനില്ല, നല്ല കമ്പനിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ലൂട്ട് പെറുക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. കുറച്ച് ലൂട്ട് കിട്ടി. നമുക്ക് അവിടെ പോയിട്ട് വല്ല എനിമീസിനെ കണ്ട് അടിച്ചിടാം. അങ്ങനെ നമ്മൾ അവിടെ അതിനെ ലക്ഷ്യമാക്കി കൊണ്ടുപോവുകയാണ് സുഹൃത്തുക്കളെ. പുതിയ അപ്ഡേറ്റ് അടിപൊളിയല്ലേ ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ മറ്റേ സാധനം എടുത്ത് കളഞ്ഞാൽ പറക്കണ സാധനമില്ലേ, അതെടുത്ത് കളഞ്ഞാൽ അത് അടിപൊളി സാധനം. ഒരു എനിമിയുണ്ട് ഗൈസ്, നമുക്കിവിടെ 1 HP ആണെന്ന് തോന്നുന്നു ഗൈസ്. 1 HP നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അടിച്ചിട്ട് പോവാം ഗൈസ്. ഇത്തിരി കൂട്ടിയിട്ടേ ഇതിട്ട് പോവാം. രണ്ടുപേരും ലോക്കായി. രണ്ടുപേരും അടിച്ചിട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരാളും കൂടെ അല്ലോ ഗൈസ്. അറിയില്ലല്ലോ ഞാനിവിടെ ഉള്ള കാര്യം. നമ്മുടെ ഇല്ല ഒട്ടാത്തി കയറി പോകാൻ പോണല്ലോ മോനവിടെ നിൽക്കുന്നേ, മോനവിടെ നിന്നേ. മോനവിടെ നിന്നോ. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ 5 കില്ലെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 5 kills ബ്രോ. നമ്മൾ കഴിഞ്ഞ ദിവസം 4 കില്ലെടുത്ത്, ഇന്ന് നമ്മൾ 5 കില്ലെടുത്ത്. അടുത്ത തവണ നമ്മൾ 6 കില്ലെടുക്കും. അങ്ങനെ 7 കില്ലെടുക്കും, 8 കില്ലെടുക്കും, 9 കില്ലെടുക്കും, 10 കില്ലെടുക്കും, 100 കില്ലെടുക്കും. 100 60 കില്ലെടുക്കും ഗൈസ്. 100 60 കില്ല്. നമ്മുടെ സായി പോപ്പയുടെ കൂടെ കളിക്കണം നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. നമ്മൾക്ക് നടക്കുവാന്നൊന്നും അറിയില്ല ഈ നൂബ് കളിയും വെച്ച്. നമ്മൾ സായി പോപ്പിൻ്റെ ഫാനാണ് കേട്ടോ ഗൈസ്. സായി അണ്ണാനി വീഡിയോ ആണെങ്കിൽ അണ്ണാനിയുടെ ഫാൻ ബോയാ ഞങ്ങൾ. അണ്ണൻ്റെ ഫാൻ ബോയാണ്. അണ്ണൻ്റെ കൂടെ കളിക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. BGMI നമ്മൾ ഒട്ടകത്തിൽ റീകോൾ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി റീകോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും മറ്റേ റീകോൾ ചെയ്തു ഗൈസ്. നമുക്ക് നമ്മുടെ ടീമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളിക്കാം ഗൈസ്. എനിമിയുണ്ട് ഗൈസ്. എടാ എനിക്കിത് എങ്ങനെ ചാടണമെന്ന് അറിയില്ല ഗൈസ്. വെഹിക്കിള് കൊടുക്കാൻ അത് ഞാൻ കണ്ടില്ല ഗൈസ്. ഞാൻ ഇതൊക്കെ ഞെക്കി നോക്കണം. എന്നിട്ട് അതെന്ത് ഫ്ലിപ്പാണല്ലേ, നമുക്ക് അതിനെ അടിച്ചിടാം. ഇപ്പോഴാണ് ഗൈസ് കണ്ടത്. അപ്പോഴത്തേക്കും ആരോ അവനെ എൻ്റെ ടീമേറ്റ് വന്ന് അവനെ പെട്ടിയാക്കിടാം. ഇല്ലെങ്കിൽ നമ്മൾ 6 കില്ല് എടുത്തേനെ. 2 കില്ല് വേറെ എവിടെയോ വെച്ച് 1 കില്ല് മിസ്സായി പോയില്ലേ. 7 കില്ലിൻ്റെ ഇതുണ്ടായിരുന്നു. നമ്മൾ 5 കില്ല് എടുത്തു. എന്നിട്ട് അടുത്തൂടെ വണ്ടിയൊക്കെ പോകണ്ടല്ലോ. ഇവിടെ എനിമീസിൻ്റെ കൂട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ മെഡിക്കിറ്റ് അടിച്ചുകൊണ്ട്, മെഡിക്കിറ്റ് അല്ലല്ലോ ഹീല്, മെഡിക്കിറ്റ് തന്നെ ആ സംഭവം അടിച്ചിട്ടുണ്ട്. എനിമീസ് ഇങ്ങോട്ട് കയറി വരും. ആ വണ്ടി വന്നവന്മാർ തന്നെ കണ്ടിട്ടുണ്ട്. അവന്മാർ വരുമ്പോൾ അവന്മാരെ അടിച്ചിടാം ഗൈസ്. അവന്മാർ വരട്ടെ. അവന്മാരെ എന്നെ അടിച്ചിട്ടറാ. അങ്ങനെ നമ്മൾ പെട്ടിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഇവന്മാര് റീകോൾ ചെയ്യാന്നറിയില്ല. റീകോൾ ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഗോൾഡിൽ നിന്ന് കുറച്ചും കൂടെ സ്കോർ കൂട്ടിയിട്ടുണ്ട് ഗൈസ്, 23. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലൊരു വണ്ടർഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഈസ് മീ അവനീഷ് സൈനിങ് ഔട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നാളെ കാണാം ഗൈസ്. നാളെ നമ്മളൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് ഗൈസ്.